ഇന്നലെ വരെ ഈ നിലമ്പൂരിലെ CPM പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും ആത്മവിശ്വാസമായി, പ്രചോദനമായി നമ്മളോടൊപ്പം പ്രവർത്തിച്ച സഖാവ് PV അൻവറിനെ തൂക്കാൻ വിധിക്കുകയാണെങ്കിൽ അതും ഒന്ന് കാണണം എന്ന് കരുതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം PV അൻവർ വെറുതെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വന്നതല്ല. 2016 തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, CPM-ന് സംഘടനാ സംവിധാനമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ 2 ഏരിയ കമ്മിറ്റികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റി, നിലമ്പൂർ ഏരിയ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ എടക്കര ഏരിയ കമ്മിറ്റി. എടക്കര ഏരിയ കമ്മിറ്റിയിൽ 13 അംഗങ്ങളും നിലമ്പൂർ ഏരിയ കമ്മിറ്റിയിൽ 11 അംഗങ്ങളുമാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ ഒരു ഘടന. ഈ 23 ആളുകൾ അടങ്ങുന്ന യോഗത്തിൽ വെച്ച് നമുക്കറിയാലോ, അസംബ്ലി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റിയും ഉപരി കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റിയാണ്. ആ ജില്ലാ കമ്മിറ്റി വെക്കുന്ന പാനലിനെ സംബന്ധിച്ച് അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ചർച്ച നടക്കും. ആ ചർച്ച നടക്കുന്ന സമയത്ത് ബദലേതെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പാർട്ടി സഖാക്കൾക്ക് അത് ബോധ്യപ്പെടുത്താം. അങ്ങനെ 2016 തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ CPM പ്രവർത്തകർക്ക് PV അൻവറിനെ പരിചയമില്ല. PV അൻവറിനെ പരിചയമുണ്ട്. ഏറനാട് പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ആ നിലയിലുള്ള ഒരു അറിവല്ലാതെ CPM-നോട് അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ PV അൻവറിനെ നിലമ്പൂരിലെ പാർട്ടി സഖാക്കൾക്ക് പരിചയമില്ല. പിന്നെ എങ്ങനെയാണ് നിലമ്പൂരിൽ PV അൻവർ സ്ഥാനാർത്ഥിയായി വന്നത്? ഇത് സംബന്ധിച്ച യോഗം ഞാൻ പറഞ്ഞല്ലോ, മേൽപ്പറഞ്ഞ 23 അംഗങ്ങൾ, അതിലൊരാൾ ഞാനുമാണ്. ആ 23 അംഗങ്ങളിൽ എടക്കര ഏരിയ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഞാനും പങ്കെടുക്കുകയാണ്. സഖാവ് വിജയരാഘവൻ പങ്കെടുത്തുകൊണ്ടുള്ള ആ യോഗത്തിൽ പലവിധ അഭിപ്രായങ്ങളാണ്. മേൽ കമ്മിറ്റി സഖാവ് PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് ഉള്ള നിർദ്ദേശം, ആ നിർദ്ദേശത്തിന്മേൽ നടക്കുന്ന ചർച്ചയിൽ എടക്കരയിലെ 4-5ഓളം വരുന്ന പാർട്ടി സഖാക്കൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ്. നിലമ്പൂരിൽ സമാനമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഏകദേശം PV അൻവറിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്.